ഇവരാരെയാ പേടിക്കണേ, ഇവരെന്തിനാ ഭയക്കണേ? അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ടല്ലോ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങുന്നത് കൊണ്ടാണ് ഇവർ ഈ പടത്തിനെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ പടച്ചുവിടുന്നത്. തീർച്ചയായിട്ടും ഓരോ പ്രേക്ഷകരും, തിയേറ്ററിൽ വരുന്ന ഓരോ പ്രേക്ഷകരോടും ലൈവായിട്ട് ചോദിക്കുമ്പോൾ മനുഷ്യത്വമുള്ളിടത്ത് എന്തിനാണ് വർഗീയത? മനുഷ്യനായാൽ പോരെ, ഇതൊരു സിനിമയാക്കി എടുത്താൽ പോരെ എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യനുള്ളൂ. അതായത് നമ്മളൊരു നേരം പോക്ക്, ഇതൊരു സിനിമയാണ്. നമ്മളെന്തിനാണ് 2 മണിക്കൂർ 2.5 മണിക്കൂർ കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ ചെയ്ത് വന്ന് ഒരു കൂപ്പയിൽ ഒരുമിച്ചിരുന്ന് നമ്മളെന്തിനാ സിനിമ കാണുന്നത്? നമുക്ക് സിനിമ തിയേറ്ററിൽ എല്ലാവരും ഒരേപോലെ ഒറ്റ സെക്കൻഡിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഒരുമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതല്ലേ, പിച്ചക്കാരൻ വരും, തീർച്ചയായിട്ടും എല്ലാവരും ഒരേപോലെ, ജഡ്ജി വരും, ബിസിനസ്സുകാരും വരും, പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവും. ഇവരൊന്നും നമ്മൾ അറിയുന്നില്ല. ആ ഒരു 2.5 മണിക്കൂർ മീൻസ് 2 മണിക്കൂർ ഒരു എന്റർടൈൻമെന്റ് ആണ് നമുക്ക്. അതിൻ്റെ അകത്ത് കൂലിപ്പണിക്കാരുണ്ട്, പിച്ചക്കാരുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, സർവത്ര ആളുകളുണ്ട്. ഈ ഒരു ദൃശ്യം അതെ. ഇപ്പൊ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ഇവരെന്തിന് ഭയക്കണം, എന്തിന് പേടിക്കണം? ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചകളുടെ കൂമ്പാരമാണ്. ഇവർക്ക് അറിയേണ്ടത് ഇതിന്റെ കളക്ഷനൊന്നുമല്ല അറിയേണ്ടത്, പടം എന്തുമാത്രം വർഗീയത ഈ പടത്തിൽ കുത്തി നിറച്ചിട്ടുണ്ട് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച് എഴുതിയതാണ് സ്ക്രിപ്റ്റ്. ശരിക്കും ഒരു പച്ചയായ മനുഷ്യൻ തുറന്ന് പറയുന്ന ഒരു കാര്യമാണ് ചിത്രത്തിലൂടെ. എന്താ രാജുചേട്ടനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ലാലേട്ടൻ എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എത്രയോ ആളുകൾ ലാലേട്ടനെയും പൃഥ്വിരാജിനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കി. നടന്നില്ല. അതെല്ലാം 4ആയിട്ട് മടക്കി വെച്ച് പറഞ്ഞ ആളുകൾ. കാരണം ഇതൊരു സിനിമയാണ്. സിനിമയെ സിനിമയായിട്ട് കാണണം. എന്തിനാ ആസിഫ് അലി പറഞ്ഞിട്ടുണ്ടല്ലോ, സിനിമയെ സിനിമയായിട്ട് കാണണം. അങ്ങനെ എത്രയോ ആളുകൾ പറഞ്ഞു. ഇത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഇവരാരും ഇതൊന്നും വിചാരിച്ചില്ല. എമ്പുരാൻ എന്ന് വിചാരിച്ചപ്പോൾ 6-ാം തമ്പുരാനൊക്കെ പോലുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം വർഷങ്ങളായിട്ട് അത് സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ തിരക്കഥ അതിൻ്റെ ഡയറക്ടറെ ഏൽപ്പിച്ചു. അവർ ഡിസ്കസ് ചെയ്തു, കഥ മുഴുവൻ കേട്ടു. ലാലേട്ടൻ അതിൻ്റെ അത് അഭിനയിക്കാന്ന് പറഞ്ഞു, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആളുണ്ടായി. ഇതെല്ലാം വെറുതെ ഒന്നും ഉണ്ടാവുന്നതല്ലല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധാരണക്കാരനോട് ചോദിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം തിരിച്ചു ചോദിച്ചായിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു സംഭവം വീണ്ടും തീയായിട്ട് തിയേറ്ററിൽ എത്തിച്ചപ്പോൾ ഇനി വളർന്നു വരുന്ന കുരുന്നുകളുടെ മനസ്സിൽ ഒരു മുറിവായിട്ട് മാറുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് രണ്ടാം ഉത്തരം പറയാം. എന്തിനാണ് അവർ അങ്ങനെ പേടിക്കുന്നത്? എന്തിനാണ്? ഇവർ ചെയ്തു പോയ കാര്യമല്ലേ, ഒന്നും മൂടി വെക്കപ്പെടൂല. അതായത് എന്ത് കള്ളം ചെയ്താലും ഒരിക്കലും അത് മൂടി വെക്കാൻ പറ്റില്ല. ചരിത്രം